അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ മുഖ്തസറിൻ്റെ പാഠം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മജാസിൻ്റെയും ഇസ്തിആറത്തിനെയും ഒക്കെ കുറിച്ച് വളരെ വ്യക്തമായി വിശദമായി നമ്മൾ പഠിക്കുകയുണ്ടായി. ഇനി നമ്മളെ ഇൽമുൽ ബയാൻ അല്ലേ, അതിലെ ഇൽമുൽ മആനിയിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗം അവസാന ഭാഗത്താണ് നാം ഉള്ളത്. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ ഈ ഭാഗം രണ്ടാമത്തെ ഫന്നിവിടെ അവസാനിക്കും. എല്ലാവരും വിശദമായി ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ഫസ്ലുൻ അത്ബഖൽ ബുലഗാഉ അലാ അന്നൽ മജാസ വൽ കിനായത അബ്ലഗു മിനൽ ഹഖീഖതി വത്തസ്രീഹി ലിഅന്നൽ ഇന്തിഖാല ഫീഹിമാ മിനൽ മൽസൂമി ഇലൽ ലാസിമി വഹുവ കദഅവ ശൈഇ ബിബയ്യിനത്തിൻ. അത്ബഖൽ ഉലമാ അൽ ഇത്തിഫാഖായി. അത്ബഖ എന്ന് പറഞ്ഞാൽ അർത്ഥം യോജിച്ചു, അവർ ഇജ്മാ ഉണ്ടായി എന്നർത്ഥം. ബലീഗങ്ങൾ സാഹിത്യകാരന്മാരാവുന്ന പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കുണ്ട്. ഏത് വിഷയത്തിൽ? അല അന്നൽ മജാസ വൽ കിനായത്ത, നിശ്ചയം മജാസും കിനായത്തും ഇത് രണ്ടും അബ്ലഗു അത് ഏറ്റവും ബലാഗയുള്ളതാണ്, അബ്ലഗാണ് എന്തിനേക്കാൾ മിനൽ ഹഖീഖത്തി വത്തസ്രീഹി, മജാസ് ഹഖീഖത്തിനേക്കാളും കിനായത്ത് തസ്രീഹായി പറയലിനേക്കാളിലൊക്കെ അബ്ലഗാണ് ഇത് രണ്ടും എന്ന് അവർ ഇജ്മാ ഉണ്ട്. കാരണം ലിഅന്നൽ ഇന്തിഖാല ഫീഹിമാ, ഈ ഹഖീഖത്തിലും അല്ല ഈ മജാസിലും കിനായത്തിലും അവിടെ അതിൻ്റെ യഥാർത്ഥമായ മറ്റു മാനയിലേക്കുള്ള നീക്കമുണ്ടല്ലോ, അത് മിനൽ മൽസൂമി ഇലൽ ലാസിമി, മൽസൂമിൽ നിന്നും ലാസിമിലേക്കാണ് ആ ഇന്തിഖാലുള്ളത്. ഫഹു അപ്പോൾ അത് കദഅവ ശൈഇ ബിബയ്യിനത്തിൻ, ഒരു കാര്യത്തെ തെളിവ് സഹിതം വാദിക്കുന്നത് പോലെയാണ്. ഫൈന വുജൂദൽ മൽസൂമി, കാരണം മൽസൂമിനെ എത്തിക്കപ്പെടുക എന്നുള്ളത് യഖ്തളി അത് തേടുന്നു വുജൂദൽ ലാസിമി, ലാസിമി ഉണ്ടാവലിനെ. കാരണം ലിംതിനായി ഇംഫിക്കാക്കിൽ മൽസൂമിയൻ ലാസിമി, കാരണം ലിംതിനായി ഇംഫിക്കാക്കി മൽസൂമി, മൽസൂമ് ഒഴിവായി പോകൽ തടയപ്പെട്ടതിന് വേണ്ടി, വിലങ്ങപ്പെട്ടതിന് വേണ്ടി അൻ ലാസിമി അതിൻ്റെ ലാസിമിനെ തൊട്ട്. അതുകൊണ്ട് മൽസൂം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ലാസിം ഉണ്ടാകലിനെ തേടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു തെളിവ് സഹിതം ഒരു കാര്യത്തെ വാദിക്കുന്നത് പോലെയാണ് ഈ സംഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെ മജാസും കിനായത്തും അത് ഹഖീഖത്തിനേക്കാളും തസ്രീഹിനേക്കാളും എന്താണ് അബ്ലഗാണ് എന്ന് ബുലഗായങ്ങൾക്കിടയിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ വഅത്ബഖു അയ്ലൻ, വീണ്ടും അവർ ഇജ്മാ ആയിരിക്കുന്നു അല അന്നൽ ഇസ്തിആറത, ഇസ്തിആറത്ത് അബ്ലഗു മിനൽ തശ്ബീഹി, തശ്ബീഹിനേക്കാൾ അബ്ലഗാണ്, ബലാഗയുടേതാണ് ഇസ്തിആറത്ത് എന്നും അവരെന്തായിട്ടുണ്ട്? ഇജ്മാ ഉണ്ടായിട്ടുണ്ട്. കാരണം ലിഅന്നഹ, കാരണം ഇസ്തിആറത്ത് എന്നതിനോ മിനൽ മജാസി, മജാസിൽപ്പെട്ടതിനാണ്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു പോയതാണല്ലേ. വഖദ് ഉലിമ, അറിയപ്പെട്ട സംഗതിയാണ് അന്നൽ മജാസ അബ്ലഗു മിനൽ ഹഖീഖത്തി, മജാസ് ഹഖീഖത്തിനേക്കാൾ അബ്ലഗാന്ന് അറിയപ്പെട്ടതാണ്. വലൈസ മഅന കൗനിൽ മജാസി വൽ കിനായത അബ്ലഗു, വലൈസ മഅന അർത്ഥമല്ല കൗനുൽ മജാസി വൽ കിനായത അബ്ലഗ, മജാസും കിനായത്തും അബ്ലഗാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൻ്റെ മാന അല്ല. എന്തല്ല? അന്ന ഷൈഅ മിൻഹുമ, ഈ മജാസ് കിനായത്ത് ഇതിൽപ്പെട്ട ഒരു ഷൈഅ് യൂജിബു അത് നിർബന്ധമാക്കുന്നു, അയഹ്സുല കരസ്ഥമാക്കൽ ഫിൽ വാഖി യഥാർത്ഥത്തിൽ, സിയാദത്തൻ ഫിൽ മാന അതിൻ്റെ ആശയത്തിൽ എന്തോ ഒരു കൂടുതൽ തരുന്നുണ്ട്, അതിൻ്റെ ആശയത്തിൽ കൂടുതലുണ്ട്. എങ്ങനത്തെ കൂടുതൽ? ലാ തൂജതു, ആ സിയാദത്തില്ല ഫിൽ ഹഖീഖത്തി തസ്രീയാക്കി പറയുമ്പോൾ അല്ലെങ്കിൽ ഹഖീഖത്തായി പറയുമ്പോൾ ഇല്ലാത്ത ആ മാനയിൽ എന്തോ സിയാദത്ത് ഈ കിനായത്തും മജാസും തരുന്നു എന്നല്ല. എന്തിൻ്റെ മാന? ഈ മജാസും കിനായത്തും ഹഖീഖത്തിനേക്കാളും തസ്രീഖിനേക്കാളും ഒക്കെ അബ്ലഗാണ് എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്തല്ല? ഈ ഹഖീഖത്തായി തസ്രീഹായി പറയുമ്പോൾ ഉള്ള ആ മാനയുടെനേക്കാൾ കൂടുതൽ സിയാദത്തുണ്ട് എന്നല്ല മാന. പിന്നെന്താ? ബലിൽ മുറാദു അല്ല, പിന്നെന്താണ് ഉദ്ദേശം? അല്ല. അപ്പം ഈ അബ്ലഗാണ് പറയുന്ന ഉദ്ദേശം പിന്നെന്താണ്? അന്നഹു, നിശ്ചയമായും അത് യുഫീദു അത് ഫലം ചെയ്യിപ്പിക്കുന്നു, സിയാദത തഅക്കീദിൽ ഇസ്ബാത്തി, ഹഖീഖത്തായി പറഞ്ഞാലും മജാസായി പറഞ്ഞാലും അവിടെ ഒരു വിഷയം സ്ഥിരപ്പെടുത്തുന്നുണ്ടാവും. ആ വിഷയം, ആ സ്ഥിരപ്പെടുത്തുന്ന സംഗതിയെ തഅക്കീദാക്കലിനെ സിയാദത്താക്കുന്നു. അപ്പം അത് ഉറപ്പിക്കലിനെ എന്ത് ചെയ്യുന്നു? അത് അധികരിപ്പിക്കുന്നു. ഏത്? ഈ മജാസും ഈ കിനായത്തും. അതാണ് ഉദ്ദേശം. അല്ലാതെ വേറെ ഒരു കൂടുതൽ മാന കിട്ടുന്നു എന്ന അർത്ഥത്തിനല്ല എന്നർത്ഥം. അവിടെയുള്ള മാനയെ എന്ത് ചെയ്യുന്നു? അത് ഉറപ്പിക്കുന്നു, ഉറപ്പിക്കലിന് അത് എന്ത് ചെയ്യുന്നു? സിയാദത്ത് തരുന്നു എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ യുഫ്ഹമു മിനൽ ഇസ്തിആറത്തി, ഇസ്തിആറത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടും
അന്നൽ വസ്ഫ ഫിൽ മുഷബ്ബഹി, മുഷബ്ബഹിലുള്ള വസ്ഫ് ബാലഗ അത് അങ്ങേയറ്റം എത്തിയിരിക്കുന്നു, ഹദ്ദൽ കമാലി പൂർണ്ണതയുടെ പരിധിയുടെ അങ്ങേയറ്റം എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്ന, കമാഫിൽ മുഷബ്ബഹ് ബിഹി ഏതിലുള്ള പോലെ തന്നെ, മുഷബ്ബഹ് ബിഹിയിലുള്ളത് പോലെ തന്നെ അല്ലേ, മുഷബ്ബഹ് ജിൻസിൽപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ഇസ്തിയാറത്താവുമ്പോൾ. അപ്പോൾ ഈ മുഷബ്ബഹ് ബിഹിയിലുള്ളത് പോലെ തന്നെ അവിടെ വരുന്ന വജേഷബ്, അതാണ് വസ്ഫ് എന്ന് പറഞ്ഞതിലെ ആ വജേഷബ് മുഷബ്ബഹുൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പൂർണ്ണതയുടെ ആ അർത്ഥത്തിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഇസ്തിയാറത്ത് മനസ്സിലാക്കുക. വലൈസ് അതല്ല ബിഖാസിരിൻ എന്തല്ല ചുരുങ്ങിയതല്ല, ഫി അപ്പോൾ വജേഷബ് മുഷബ്ബഹിൽ എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. കമായുഫമിന് തഷ്ബീഹ് പറയുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് തഷ്ബീഹ് ആകുമ്പോൾ മുഷബ്ബഹ് ബിഹിയിലായിരിക്കും വജീഷബ് കൂടുതൽ ഉണ്ടാക്കുക എന്നല്ലേ ആണോ. അപ്പോൾ ഇസ്തിയാറത്താകുമ്പോൾ എന്ത് ചെയ്യും, മുഷബ്ബഹിലും മുഷബ്ബഹ് ബിഹിയിലും ഈ വജീഷബ് തുല്യമാണ്, ഒരേപോലെയാണെന്ന് മാന കിട്ടും. എന്നാൽ തഷ്ബീഹ് ആകുമ്പോൾ അത് മുഷബ്ബഹിൽ കുറച്ച് കുറവാണെന്ന് വരും എന്നാണ് പറഞ്ഞത്. വൽ മാന എന്താണ് അർത്ഥം, ലാ യതഗയ്യറു ഹാലുഹു ഫി നഫ്സിഹി. വൽമാന ഒരർത്ഥത്തിൽ എന്താണത്, ലാ യതഗയ്യറു ഹാലുഹു അതിൻ്റെ അവസ്ഥ മാറുന്നില്ല, ഫി നഫ്സി അതിൻ്റെ നഫ്സിൽ തന്നെ, ബിഅൻ അൻഹു കാരണം അതിനെ തൊട്ട് ഇബാറത്ത് പറയൽ കൊണ്ട്, ബി ഇബാറത്തിന് അബലഗ ഏറ്റവും അബലഗായ ഇബാറത്ത് പറയുമ്പോൾ അതിൻ്റെ ആ നഫ്സിൽ അതിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. വഹാദ മുറാദു ഷെയ്ഖിൽ അബ്ദുൽ ഖാഹിർ അതാണ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ ഉദ്ദേശം, ബി ഖൗലി അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞറിയോ, ലൈസത്ത് മസിയത്ത് ഖൗലിന നമ്മളുടെ വാക്കിൻ്റെ പ്രത്യേകത അതിൻ്റെ പവിത്രതയല്ല. എന്താണ് നമ്മളെ വാക്ക്, റഅയ്തു അസദൻ എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ പ്രത്യേകത അതിന് പ്രത്യേകതയില്ല. എന്തിനേക്കാൾ അലാ ഖൗലിന് നമ്മൾ പറയുന്നതിനേക്കാൾ, റഅയ്തു റജുലൻ ഞാനൊരു റജുലിനെ കണ്ടു, വഹുവൽ അസദു സവാഉൻ അവനും ആ അസദും സമമാണ്, ഫി ഷജാ ധീരതയിൽ അവനും അപ്പോൾ അസദും അവനും ധീരതയിൽ തുല്യമാണ്, അങ്ങനത്തെ ഒരു റജുലിനെ ഞാൻ കണ്ടു എന്ന വാക്കിനേക്കാൾ റഅയ്തു അസദൻ ഞാനൊരു അസദിനെ കണ്ടു എന്ന വാക്കിനൊരു മസിയത്തുമില്ല. കാരണം അന്നൽ അവല ഒന്നാമത്തത് അഫാദ അത് ഫലം ചെയ്യിപ്പിച്ചു, സിയാദത്തൻ ഒരു അധികം, ഫി മുസാവത്തിഹിലിൽ അസദി അസദിനോട് അത് സമമാകുന്നു എന്ന വിഷയത്തിൽ, ഫി ഷജാഅത്തി ഷജാഅത്തിൻ്റെ വിഷയത്തിൽ അസദിനോട് സമമാകുന്നു എന്നതിലെ സിയാദത്തിനെ ഫലം ചെയ്യിപ്പിച്ചു എന്നതല്ലാതെ വലമിഫിദ് സാനി ആ ഒരു സംഗതി എവിടെ കിട്ടൂല, രണ്ടാമത്തോടത്ത് കിട്ടൂല. ഇതാണിപ്പോൾ നേരത്തെ മുമ്പ് പറഞ്ഞ ഇതുകൊണ്ട് ഉദ്ദേശം നടത്തും. അതാ എന്താ പറഞ്ഞത്, അപ്പോൾ റഅയ്തു അസദ് എന്ന് പറയുമ്പോൾ റഅയ്തു റജുലൻ വൽ അസദു ഫി സവാം ഫി ഷജാഅത്തി എന്നതോർത്ത് ഈ ഷജാഅത്തിൻ്റെ വിഷയത്തിൽ ഇയാൾ അസദിനോട് സമമാണ് എന്നതിനെ സിയാദത്താക്കുന്നത് ഒന്നാമത്തെ അറിയിക്കുന്നതും രണ്ടാമത്തെ അറിയിക്കുന്നില്ല എന്ന നിലക്കെന്തല്ല ഒരു പ്രത്യേകതയും ഇതിലില്ല. ബലിൽ ഫദീലത്തു പിന്നെ ഫദീലത്തുള്ളത് എവിടെയാണ്, ഈ അന്നൽ അവല ഒന്നാമത്തത് അഫാദ തഅക്കീദുൽ ഇസ്ബാദ് തിൽക്കൽ മുസാവത ലഹു അതെന്ത് ചെയ്യുന്നു, അഫാദ ഫലം ചെയ്യിപ്പിക്കുന്നു. റഅയ്തു അസദൻ എന്ന് പറയുമ്പോൾ അത് ഫലം ചെയ്യിപ്പിക്കുന്നു തഅക്കീദൻ ഒരു തഅക്കീദിനെ ഇസ്ബാദ് തിൽക്കൽ മുസാവത്തി ഈ സമമാകലിനെ സ്ഥിരപ്പെടുത്തുന്നതിനെ തഅക്കീദ് ചെയ്യുന്നു ലഹു ആ ഒന്നിനെ. വലമിഫിദ് സാനിയ അത് എന്ത് ഫലം ചെയ്യുന്നില്ല, രണ്ടാമത് ഫലം ചെയ്യുന്നില്ല. അല്ലാഹു അഅലം. അള്ളാഹുവിനെ അത് കറക്റ്റായുള്ളൂ കണ്ടോ. അപ്പോൾ ഈ വിഷയത്തിൽ ഇതാണ് അവസാനമായി പറയുന്നത്, കിനായത്ത് ഹഖീഖത്ത് മജാസ് ഹഖീഖത്ത് അത് കിനായത്തിനേക്കാളും അതല്ല അത് ഹഖീഖത്തിനേക്കാളും അതുപോലെ തന്നെ തസ്രീനേക്കാളും അബ്ലാഗാണ്, ഇസ്തിയാറത്ത് തഷ്ബീഹിനേക്കാളും അബ്ലാഗാണ്. കാരണം അതിന് വിഷയങ്ങൾ വരുന്നുണ്ട് എന്നർത്ഥം, അതുകൊണ്ടാണ് അത് അങ്ങനെ അബ്ലാഗായത്. അപ്പോൾ ഖമുൽ ഖിസ്മുസ്ഥാനി രണ്ടാമത്തെ ഖിസ്മും ഇവിടെ ഇതാ പൂർത്തിയായിരിക്കുകയാണ്. അൽഹംദുലില്ലാ എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. അലാ ജസീലി നവാലിഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി നൽകിയതിൻ്റെ പേരിൽ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തും സലാമും നമ്മളുടെ നേതാവൻ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുണ്ടാകട്ടെ, വാല ആലിഹി അവിടുത്തെ ആലിൻ്റെ മേലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആ രണ്ടാം ഫന്നും കഴിഞ്ഞു. ഇനി അൽ ഫന്നു സാലിസു മൂന്നാമത്തെ ഫന്നാണ് ഇൽമുൽ ബദിഅ. അതിൻ്റെ പേര് ഇൽമുൽ ബദിഅ ആണ്. ഇൽമുൽ മആനി കഴിഞ്ഞു, ഇൽമുൽ ബയാൻ കഴിഞ്ഞു, ഇൽമുൽ മആനി കഴിഞ്ഞു, ഇൽമുൽ ബദിഅ മൂന്നാമത്തെ ഫന്ന്. വഹുവ ഇൽമുൻ അതൊരു ഇൽമാണ്. ഇൽമുൽ ബദിഅ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. യുറഫു ബിഹി അതുകൊണ്ട് അറിയപ്പെടും. അതുകൊണ്ട് എന്തായിട്ടുണ്ട്, അറിയപ്പെട്ടിട്ടുണ്ട്. എന്ത് വുജൂഹു തഹ്സീനിൽ കലാമി കലാം ഒരു കലാമിനെ ഭംഗിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഇൽമിനാണ് എന്ത് പറയുന്നത്, ഇൽമുൽ ബദിഅ എന്ന് പറയുന്നത്. അതായത്
യതസവ്വറ മഅനിഹ എന്നർത്ഥം. ആ കലാമിൻ്റെ മഅനകളെ തസവ്വുറാക്കലിൻ്റെ വജുഹുകൾ അറിയപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. വയലമു അഅദാദഹ അതിൻ്റെ അതതുകൾ അറിയപ്പെട്ടിട്ടുണ്ട്. തഫാസീല അതിൻ്റെ വിശദീകരണങ്ങളും ബി ഖദ്രി ത്വാഖത്തി കഴിവിനനുസരിച്ചിട്ട്. വൽ മുറാദ് ബിൽ വുജൂഹി ഇവിടെ വജുഹുകൾ വുജൂഹ് എന്ന് പറഞ്ഞ ഉദ്ദേശം മാ മറ മുമ്പ് കഴിഞ്ഞു പോയതാണ്. ഫി ഖൗലിഹി സനിഫിൻ്റെ കോലിൽ വയത്ബഉഹ വുജൂഹുൻ ഉഖറ വയത്ബഉഹ അതിനെ പിൻപറ്റും വുജൂഹുൻ ഉഖറ ചില വജുഹുകൾ തൂരിസുൽ കലാം അത് കലാമിന് സമ്പാദിച്ചു കൊടുക്കും ഹസ്നൻ നല്ല ഭംഗിയും ഖബൂലൻ സ്വീകാര്യതയും എന്ന് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശ വജഹ് എന്നർത്ഥം. അപ്പോൾ ഈ കലാമിന് നല്ലൊരു ഭംഗിയും നല്ലൊരു സ്വീകാര്യതയും ഉണ്ടാക്കുന്ന ചില വജഹുകൾ, അതാണ് ആ വജഹ് എന്ന് പറഞ്ഞത്. ഖൗലുഹു പിന്നെ മുസന്നിഫിൻ്റെ കൗല് ബഅദ റിആയത്തി മുതാബഖത്തി അപ്പോൾ കലാമിൻ്റെ ഭംഗികളുടെ വജഹുകൾ അറിയപ്പെടും എപ്പോൾ ബഅദ റിആയത്തിൽ മുതാബഖത്തി ലി മുഖ്തദൽ ഹാലി പറയപ്പെടുന്ന വാക്ക് സന്ദർഭത്തിനോട് യോജിച്ച് വരണം എന്നതിനെ പരിഗണിച്ചതിന് ശേഷം. അത് നമ്മൾ ഒന്നാമത്തെ ഫന്നി പഠിച്ചതാണ്. അതുപോലെ തന്നെ റിആയത്ത് വുദൂഹ് ദലാലാത്തി അറിയിക്കുന്ന സംഗതി വളരെ വ്യക്തമായിരിക്കണം. പറയുന്ന കാര്യം എന്തിനെ പറയുന്നതിന് വ്യക്തമാവണം. അതായത് ഹുലുവു അൻ തഅഖീദിൽ മാനവിയായ കെട്ടുകൊടുക്കുകൾ തൊട്ടൊക്കെ ഒഴിവാകണം. ഇഷാറത്ത് ഇതൊക്കെ ഇഷാറത്താണ് ഇല അന്ന ആദിയിൽ വുജൂഹ ഇപ്പറഞ്ഞ് ഇനി ഇവിടെ പറയാൻ പോകുന്ന വുജൂഹ് ഇന്നമാ തുഅദ്ദു മുഹസ്സനത്തിൽ കലാമി അത് കലാമിനെ ഭംഗിയാക്കാൻ വേണ്ടി മാത്രം എണ്ണപ്പെടുന്നതാണ്. ബഅദ റിആയത്തിൽ അംറൈനി രണ്ട് കാര്യങ്ങൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ അതായത് പറയപ്പെടുന്ന കാര്യങ്ങൾ സന്ദർഭത്തിനോട് സാഹചര്യത്തിനോട് യോജിച്ചു വരണം. പിന്നെ അതുപോലെ പറയുന്ന ആശയം അത് വളരെ വ്യക്തമായിരിക്കണം. അതിനുശേഷം പിന്നെ ഈ കലാമിനെ ഭംഗിയാക്കാനുള്ളതാണ് ഈ പറയപ്പോകുന്ന വിഷയങ്ങൾ എന്നറിയിക്കാനാണ് അത് പറഞ്ഞതെന്നർത്ഥം. അള്ളർഫു ഇവിടെ വന്നുള്ള അർഫ് അനി മുസന്നിഫ് ഖൗലു ബഅദ റിആയത്തി എന്ന് പറഞ്ഞാൽ അർഫിനല്ലോ അത് മുതഅല്ലഖും ബി ഖൗലിഹി തഹ്സീനുൽ കലാം മുസന്നിഫിൻ്റെ കൗല് വന്ന ആ തഹ്സീനുൽ കലാം എന്ന് പറയുന്നവർക്കാണ് അതിൻ്റെ മുതഅല്ലഖുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മളിവിടെ എന്ത് ചെയ്യാണ് നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ ഹഖീഖത്തും മജാസും കിനായത്തും ഇസ്തിയാറത്തും അബലാഗാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇൽമുൽ ബദിയ അതിൻ്റെ താരീഫും പറഞ്ഞു അല്ലേ. അതായത് ഇൽമു യുറഫു ബിഹി വുജൂഹ് തഹ്സീനുൽ കലാമി ബഅദ റിആയത്തി മുഹസ്സന ബഅദ റിആയത്തി മുതാബഖത്തി വ റിആയത്ത് വുദൂഹ് ദലാലാത്ത് അതാണ് ഇപ്പോൾ അതിൻ്റെ നിർവചനം. ബദിയ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ബാക്കി ഇൽമുൽ ബദീൻ്റെ വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിന് എടുക്കാം. അപ്പോൾ എല്ലാവരും അത് വ്യക്തമായി പഠിച്ച് ഈ പറഞ്ഞ വിഷയങ്ങൾ പോയിൻ്റ് ഇട്ട് നോട്ടിൽ എഴുതി കാണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.